തെരുവുനായ ശല്യത്തെ ചൊല്ലി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ പേപ്പട്ടി കടിച്ചതിനെക്കുറിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. മുദ്രാവാക്യം വിളിയോടെ പ്രതിപക്ഷം മേയറുടെ ഡയസിന് മുന്നിൽ വരെ എത്തി. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ച് രൂക്ഷമായ വാഗ്വാദമാണ് നടന്നത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും നടന്നു. തെരുവുനായ ശല്യത്തെക്കുറിച്ച് അടിയന്തര പ്രമേയം അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്താൻ ഭരണപക്ഷം തയ്യാറായില്ല. ഇത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. കൗൺസിൽ ആരംഭിച്ചയുടൻ പ്രതിപക്ഷ നേതാവ് എൻ സുകന്യയാണ് വിഷയം അവതരിപ്പിച്ചത്. തെരുവുനായ ശല്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കോർപ്പറേഷൻ കാട്ടുന്നതെന്നായിരുന്നു എൻ സുകന്യയുടെ ആക്ഷേപം. ഇക്കാര്യത്തിൽ നമ്മുടെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ അനാസ്ഥയാണ് നമ്മൾ ഇതുവരെ വെച്ച് പുലർത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ വലിയ രൂപത്തിൽ മാധ്യമങ്ങളിലാകെ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇതേ വിഷയം നിരവധി തവണ ഈ കൗൺസിൽ യോഗത്തിനകത്ത് നമ്മളെല്ലാം തന്നെ അതിൽ LDF എന്നോ UDF എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ കൗൺസിലർമാരും ഉന്നയിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയല്ലെന്നും മേയർ വ്യക്തമാക്കി. അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെതിരെ മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ ഡയസിനു മുന്നിൽ എത്തി. കൗൺസിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു. പുറത്തുപോയ ശേഷം വീണ്ടും തിരിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ ഭരണപക്ഷവുമായി വാഗ്വാദം തുടരുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷം മികച്ച അഭിനയമാണ് നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ തുറന്നടിച്ചു. തെരുവുനായ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷും കുറ്റപ്പെടുത്തി. ഞാൻ പറയുന്നത് നിങ്ങൾ സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സർക്കാർ നടത്തിയ ഈ ഉത്തരവ് നിങ്ങൾക്ക് ബാധകമല്ല എന്ന് നിങ്ങൾ പറയുമോ? ഞാൻ തരാം കോപ്പി. തെരുവുനായ ശല്യം പരിഹരിക്കേണ്ട പ്രധാന ചുമതല ജില്ലാ പഞ്ചായത്തിനാണെന്നും 20 ലക്ഷം രൂപയാണ് ഇതിനായി കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്തിന് നൽകിയതെന്നും മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനും വ്യക്തമാക്കി. തെരുവുനായ ശല്യം കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും TO മോഹനൻ കുറ്റപ്പെടുത്തി. എന്നാൽ ജനങ്ങൾ വടിയെടുത്ത് നടക്കേണ്ട സ്ഥിതിയിലായിട്ടും കോർപ്പറേഷൻ ഇതിനെ ലാഘവ ബുദ്ധിയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ അംഗം N ഉഷ പറഞ്ഞു. തെരുവുനായ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകാത്തതിനെ BJP അംഗം VK ഷൈജുവും വിമർശിച്ചു. ഓരോ ഭരണകൂടത്തെ തള്ളിപ്പറയും കുറ്റം പറയുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. പക്ഷേ ഇതൊരു സംവിധാനമാണ്, ഭരണ സംവിധാനമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ചോദിക്കുമ്പോൾ കേരള സർക്കാർ അങ്ങനെ ചെയ്തു, കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്തു എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം കൊടുക്കേണ്ടത്. നമ്മൾ ഭരണ സംവിധാനത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റി? ഈ ഒരു 4 വർഷക്കാലങ്ങളിൽ ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് നമ്മളെ മുന്നിൽ വെക്കുന്ന ചോദ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.